മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. സാത്താന് നമ്മുടെ പ്രാർത്ഥനകളെ മുടക്കുന്ന കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. അതിൽ 2 പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സാത്താൻ പ്രാർത്ഥന ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടു പോകും, ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകാനായിട്ടുള്ള പ്രാർത്ഥന. രണ്ടാമത്, പ്രാർത്ഥനയിൽ സാത്താൻ അവിശ്വാസം കൊണ്ടുവരും, പ്രാർത്ഥിക്കുന്നത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരു പ്രതിരോധം കൊണ്ടുവന്ന് നമ്മളെ നിർത്തും. ഇത് 2 പോയിന്റുകളാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥന സാത്താൻ മുടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുകയാണ്. സാത്താൻ ജഡത്തിലെ ബലഹീനത ഉപയോഗിച്ച് പ്രാർത്ഥനയെ തടുക്കും. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത നമുക്കറിയാം. ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജഡത്തിലെ ഒരുപാട് ബലഹീനതകളുണ്ട്. അത് വെച്ചിട്ട് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയില്ല. ഒരുപാട് പകലിൽ ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ഭയങ്കര ക്ഷീണമായിട്ട് ഉറക്കം വരും, പെട്ടെന്ന് ഉറക്കം വന്നു പോകുന്ന അവസ്ഥകൾ. അല്ലെങ്കിൽ രോഗം നമുക്ക് കൊണ്ടുവന്നിട്ട് രോഗത്തിലിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ബലമില്ലാതെ പ്രാർത്ഥനയ്ക്ക് ക്ഷീണം വരിക, ജഡത്തിലുള്ള ബലഹീനതകൾ, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ, മാനസികമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥനയെ മുടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പിശാച്. പലപ്പോഴും അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പോയിട്ട് ഗത്സമനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ശിഷ്യന്മാരുടെ ഉള്ള പ്രതികരണമാണ് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14-37-38 വാക്യം. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുന്നില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇത് യേശുക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. പത്രോസിനോട് പറയുന്നതാണ്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഇരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയില്ലയോ? എന്താണ് ഇവിടെ വലിയൊരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട്, ശരീരത്തിനുള്ള ഇത്രയും പ്രയാസം കൂടി ശരീരം കടന്നു പോകാനായിട്ട് യേശുക്രിസ്തു മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടിയുള്ള ശക്തി തരണമേ എന്ന്. അതിൽ യേശുവിനെ സപ്പോർട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ ശീമോൻ പത്രോസിനെ കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ കാണാം, ശ്രദ്ധേയമാണ്. കാരണം പകലുള്ള ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ അവന് ക്ഷീണം വന്ന് കാണും, വെറുതെ രാത്രിയിലിരിക്കുമ്പോഴേ അല്ലാതെ തന്നെ ഉറങ്ങുമല്ലോ. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു വരമാണ്. ഈ പ്രാർത്ഥനയിൽ പോരാടേണ്ട ഒന്നാണ്. കാരണം എപ്പോഴും ഏതെങ്കിലും രീതിയിലൊരു ഡിസ്ട്രാക്ഷൻ പ്രാർത്ഥനയിൽ വരും. അതുകൊണ്ട് ഈ വീക്ക്നെസ് കൊണ്ടുവന്നിട്ട് ഈ പിശാച് പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. കാരണം എപ്പോഴും ഈ ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു ഹിൻഡ്രൻസ് ആണല്ലോ. 1 തെസ്സലോനിയർ 4:7 ദൈവഭക്തിക്ക് തക്കവണ്ണം നിങ്ങളെ അഭ്യാസം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഷുഡ് ട്രെയിൻ ഹിംസെൽഫ് ടു ഗോഡ്ലിനെസ്. കാരണം നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എന്തിനാണ്? ആ ദൈവഭക്തിയിൽ അല്ലെങ്കിൽ ദൈവഭക്തിക്ക് തക്കവണ്ണം നമ്മളെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ദൈവഭക്തി കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. അല്ലെങ്കിൽ എന്താണ്? ജഡത്തിന് പ്രാധാന്യം വന്നു ചേരും. അത് ജഡത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും പ്രാർത്ഥനയുടെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. കാരണം എന്ത് ക്ഷീണം വന്നാലും അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ച് നമ്മൾ നിർത്താനായിട്ട് ആത്മീയമായിട്ട് ഉള്ളിൽ വലിയൊരു ഉണർവും ഒരു ശക്തിയും നമുക്ക് വരുമ്പോഴേ നമുക്ക് എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ഡിലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിച്ചത് നമുക്കറിയാം. ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ചുണ്ടുകൾ മാത്രം അനങ്ങുന്നേ ഉള്ളൂ. ഏലി പുരോഹിതൻ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ചുണ്ട് അനങ്ങുന്ന കണ്ടിട്ട് അവൾ മദ്യപിച്ചിരിക്കുകയാണോ എന്ന് വരെ സംശയിച്ചു. അതെന്താണ് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുമ്പോഴേ നമുക്കിങ്ങനെ ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ യോങ്കിച്ചോ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ്സാണ് ഞാൻ ഇതിനകത്ത് ഓർക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് പ്രാർത്ഥനയിലിരിക്കാനാണ് പ്രയാസം. ഈ 15 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥനയെ പിടിച്ചു നിർത്താൻ പറ്റില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് ആ പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഡൈവേർഷനൊന്നും ഉണ്ടാകത്തില്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ജഡത്തിൻ്റെ ബലഹീനത നമ്മൾ കൊണ്ടുവന്നിട്ട് പിശാച് നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. സാത്താൻ ജഡത്തിലെ ബലഹീനതയെ ഉപയോഗിച്ച് പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. 4ാമത് പോയിൻ്റായിട്ട് പറയുന്നത്, കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ പിശാച് കയറിക്കൂടി നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കും.
ദൈവവും ഞാനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ. എന്നാൽ അതിലേതെങ്കിലും ഒരു പാപപങ്കിലമായ ഒരു കാര്യം കൊണ്ടുവന്നിട്ടിട്ട് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പിശാച് ശ്രമിക്കും. സങ്കീർത്തനം 37:4-5 വാക്യങ്ങളിൽ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഡിലൈറ്റ് യുവർസെൽഫ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിറവേറ്റും. നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ വലിയ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിലൈറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്നത് അവൻ നിറവേറ്റും. അതുപോലെ കർത്താവിനോടുള്ള സ്നേഹം, അവനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുമ്പോൾ ദാറ്റ് ലവ് പ്രൊപ്പൽസ് us towards frequent prayer. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കൂടുതൽ ആകർഷിക്കുമ്പോൾ പിശാച് നമ്മളെ വിട്ടുപോകും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിക്കുമ്പോൾ പിശാച് നമ്മളെ വിട്ടുപോകും. ഏതെങ്കിലും പാപത്തിൽ നമ്മളായിപ്പോയി എങ്കിൽ അതിനെ ഓർത്ത് നമ്മൾ വിലപിച്ചിരിക്കുകയല്ല, അപ്പോഴും തന്നെ കർത്താവിനോട് ആ പാപം ഏറ്റുപറഞ്ഞ് അവനുമായിട്ട് നിരപ്പ് പ്രാപിച്ച് അവൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് പോലെ ഇമ്മീഡിയറ്റ് തന്നെ അത് കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യുക. അതാണ് പലപ്പോഴും നമ്മളെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നത്. ഹൃദയത്തിൽ അകൃത്യം നിരൂപിക്കുക, ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരിക, ഇതൊക്കെ ചിലപ്പോൾ പിശാച് കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തും. 84 സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തോ ഡിലൈറ്റിംഗ് ആണ്, എന്തോ ആശ്വാസകരമാണ്. ദൈവത്തിൻ്റെ പ്രസൻസ് അതിനകത്ത് കാണുന്ന കാര്യം, ദൈവത്തിൻ്റെ പ്രസൻസ് 1 വാക്യം തൊട്ടേ അതുകൊണ്ട്, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. ദൈവത്തിൻ്റെ ആലയത്തിൽ 4 വാക്യത്തിൽ അവൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യർ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവർ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവ് സിയോനിൽ വസിക്കുന്നു എന്നും ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ്റെ പ്രസൻസ് ഉണ്ട് എന്നും മനസ്സിലാക്കി എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അന്നേരം ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനത്തിലിരിക്കുമ്പോൾ, അവൻ്റെ ഡിലൈറ്റിങ് അല്ലെങ്കിൽ അവൻ്റെ പ്രസൻസിലിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ വി വിൽ ബി ഇൻ ദെയർ ഹാർട്ട്സ് ദെയർ ആർ വേസ്, ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹൂസ് സ്ട്രെങ്ത് ഇൻ ദീ, ഇൻ ഹൂസ് ഹാർട്ട് ആർ ദ വേസ് ഓഫ് ദം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യം, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവിൽ ഡിലൈറ്റ് ചെയ്ത് എപ്പോഴും ഇരിക്കുമ്പോഴേ പിശാച് നമ്മളെ വിട്ടുപോകും. വേറൊരു പറഞ്ഞാൽ കർത്താവിനുള്ള സ്നേഹത്തിൽ നമ്മളിരിക്കുമ്പോഴേ പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് കാണാം. 4ാമത്തെ പോയിൻ്റായിട്ടാണ് പറഞ്ഞത്, കർത്താവുപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ പിശാച് കയറിക്കൂടി നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കും. 5ാമത്തെ പോയിൻ്റ്, ആത്മീയമായ തളർച്ച പ്രാർത്ഥന മുടക്കുവാൻ ആയുധമാക്കും. ആത്മീയമായ തളർച്ച എന്നും ഒരുപോലെ എപ്പോഴും ഇരിക്കണമെന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, നമ്മൾ ഈ യൂത്ത് ക്യാമ്പൊക്കെ നടത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. അന്നേരം അവരെല്ലാം ഈ യൂത്ത് എല്ലാം തന്നെ ആ ക്യാമ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല എനർജിയിൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പ്രിപ്പയർഡായിട്ട് വരും. 10-20 ദിവസം കഴിയുമ്പോൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പം നമ്മൾ അവരെ ദൈവത്തിൻ്റെ വഴിയിൽ നടത്തണമെങ്കിൽ ചിലപ്പം കട്ടിലും കൊണ്ട് പോകേണ്ട ഒരു സ്റ്റേജിലേക്കാണ്, ആത്മീയമായ തളർച്ച വന്നിരിക്കുന്ന ഒരു സ്റ്റേജ്. കാരണം എന്താണ്? റെഗുലറായിട്ട് പ്രാർത്ഥനയില്ല, വേദപുസ്തക പഠനമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ മലയിലുള്ള അനുഭവം, ആ കുന്നിലുള്ള അനുഭവം അതങ്ങ് കുറഞ്ഞ് താഴോട്ട് വരുന്നതായിട്ട് കാണാം. കൊലോസ്യർ 4:12 വാക്യത്തിൽ എപ്പഫ്രാസ് എന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഒരു ദാസൻ, ക്രിസ്തുയേശുവിൻ്റെ ദാസൻ എൻ്റെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളിലൊരുത്തനായി ക്രിസ്തുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കൊലോസിയിലുള്ള ആളുകൾക്ക് വേണ്ടി എപ്പഫ്രാസ് എന്ന ക്രിസ്തുയേശുവിൻ്റെ ദാസൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ സമയം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കാനായിട്ട് ചെലവിടുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയത്തോട് നിൽക്കേണ്ടതും നിങ്ങൾ ആത്മീയ വരങ്ങളിൽ തികഞ്ഞവരാവേണ്ടതിനും വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നോക്കി, ദൈവത്തിൻ്റെ മക്കൾ ആത്മീയവരത്തിൽ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരും ആകേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 15:30-31 ഇതേപോലെ തന്നെ റോമർക്കാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്ന കാര്യം പൗലോസ് പറയുന്നു. അത് ഇവിടെ എല്ലാം തന്നെ ആത്മീയമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ ഇപ്പം പാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ദൈവവേലയിലെ ശുശ്രൂഷയിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, സഭയിലുള്ള മെമ്പേഴ്സിന് വേണ്ടി, ഇടവകയുടെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് ഇടിവിൽ നിൽക്കാനായിട്ട് പാസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഡീക്കൻസ് ഒക്കെ അതിനുവേണ്ടി നിന്നില്ലെങ്കിൽ പലപ്പോഴും പിശാച് തളർച്ച കൊണ്ടുവരും. ആത്മീയമായിട്ടുള്ള തളർച്ച വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന മുടങ്ങിപ്പോവും. നമ്മുടെ പ്രാർത്ഥനക്കുടവ് ആത്മീയ ശോഷണത്തിന് കാരണമായി തീരും. വിശ്വാസികൾക്ക് ഇന്ന് തളർച്ച വന്നിരിക്കുന്നത് തന്നെ പലപ്പോഴും പ്രാർത്ഥന കുറയുന്നത് കൊണ്ടാണ്. ചിലരുടെയൊക്കെ പ്രാർത്ഥന യാന്ത്രികമായി പോകുന്നത് കൊണ്ടാണ് പ്രാർത്ഥന മുടങ്ങുകയും അതുപോലെ എരിവ് കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എല്ലാവരും തികഞ്ഞവരും വരങ്ങളിൽ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണം എന്ന് ഇവിടെ പ്രബോധിപ്പിക്കുന്ന കാര്യം. ആത്മീയ തളർച്ച, 5ാമത്തെ പോയിന്റ്, ആത്മീയ തളർച്ച പ്രാർത്ഥന മുടക്കുവാൻ പിശാച് ആയുധമാക്കും. 6ാമത്തെ പോയിന്റ്, നിരാശ കൊണ്ടുവന്ന് പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത്രയും വായിക്കുന്ന കാര്യം അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ്. യേശുക്രിസ്തു പറഞ്ഞ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിലൊരു വിധവയുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറയും. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നുണ്ട്, ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന കേൾപ്പീൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന എൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു ഒരു ഉപമയിൽ കൂടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ഒരു ചിന്ത തരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആ ഉത്തരം വന്നില്ലെങ്കിൽ നിരാശ വരും. വിശ്വാസത്തിൽ നിന്ന് പോരാടുന്നവരാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിച്ച ഫലം വന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നിരാശ വരാറുണ്ട്. ഇവിടെ ഒരു വിധവയായ സ്ത്രീ പോയിട്ട് പട്ടണത്തിൽ പോയി, അവിടെ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അവനെ പോയി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവളുടെ ആവശ്യം. വിധവ അസഹ്യമായിട്ട് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് അവനൊരു എന്തോ ന്യായാധിപൻ, മനുഷ്യനെ ശങ്കയില്ലാത്ത, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്തൊരു ന്യായാധിപൻ. ആ ന്യായാധിപൻ പോലും അവൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കും എന്നേ പറയുന്നെങ്കിൽ തന്നോട് അപേക്ഷിക്കുന്നവരുടെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം എത്ര വലിയ ഉത്തരം കൊടുക്കും എന്നുള്ള ഒരു ചിന്ത ഇവിടെ കൊടുക്കുകയാണ്. എന്നാലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മടുക്കാൻ പാടില്ല. ഗലാത്യർ 6:9 പറയുന്നുണ്ട് മടുത്തു പോകരുത്. 2 തെസ്സലോനിക്കർ 3:11 പറയുന്നു തളർന്നു പോകരുത്. അല്ല, നമ്മൾ പ്രാർത്ഥനയിൽ ജാഗ്രത കാണിക്കണം എന്നേ പറയുന്നു. ഈ ജാഗ്രത മാറ്റിക്കളയുന്ന, അല്ലെങ്കിൽ ഈ തളർച്ച കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മടുപ്പ് കൊണ്ടുവരുന്നത്, നിരാശ കൊണ്ടുവരുന്നത് പിശാചാണ്. അനീതിയുള്ള ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചതുപോലെ ഫെർവൻ്റ്ലി നമ്മൾ തളർന്നു പോകാതെ മടുത്തു പോകാതെ രാത്രിയും പകലും കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ മുമ്പിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് ഉത്തരം തരും. അവിടെ ഒരു നിരാശ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ
ഇന്നത്തെ ഈ ചിന്ത ഇവിടെ നിർത്തുകയാണ്. നമ്മളിപ്പോൾ 6 പോയിന്റുകളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയെ പിശാച് തടസ്സപ്പെടുത്തുന്ന വിധങ്ങൾ. 1, സാത്താൻ പ്രാർത്ഥന ഡൈവേർട്ട് ചെയ്ത് വിടും. 2, പ്രാർത്ഥനയിൽ അവിശ്വാസം കൊണ്ടുവരും. 3, ജഡത്തിൻ്റെ ബലഹീനത കൊണ്ടുവന്ന് പ്രാർത്ഥനയെ തടുക്കും. 4 പറഞ്ഞത് വ്യക്തിപരമായ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി പ്രാർത്ഥന പിന്തിരിപ്പിക്കും. 5 പറഞ്ഞത് ആത്മീയമായ തളർച്ച വന്ന് പ്രാർത്ഥനയെ മുടക്കും, പിശാച് അത് ആയുധമാക്കി മാറ്റും. 6 പറഞ്ഞത് നിരാശ കൊണ്ടുവന്ന് പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, പല രീതിയിൽ നമ്മൾ പല അപ്സ് ആൻഡ് ഡൗൺസ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലർക്കെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം പിശാചിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രെയർ ആസ് എ റെഗുലർ ഹാബിറ്റ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ദാനിയേലിനെതിരായിട്ട് തീർപ്പ് കൽപ്പിച്ചപ്പോൾ പോലും ദാനിയേൽ യെരുശലേമിലേക്ക് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. ആ തീർപ്പെല്ലാം മാറ്റി എഴുതിയതായിട്ട് കാണുന്നു. ഒരിക്കലും മാറാൻ പറ്റാത്ത, രാജാവ് തൻ്റെ മോതിരം കൊണ്ട് സീൽ ചെയ്ത ആ തീർപ്പ് ശരിയാണ്. ദാനിയേൽ ചിലപ്പോൾ സിംഹക്കുഴി കൂടെ കടന്നുപോയെങ്കിലും ആ തീർപ്പ് മാറ്റി എഴുതുവാൻ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധ്യമായെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് കോസ്റ്റ് കൊടുക്കുമ്പോഴേ അതിന് വലിയൊരു ഉത്തരം ദൈവം തരും എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്ന് കേൾക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഏത് രീതിയിലാണ്? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അതെപ്പോഴും നിരാശയാണോ? പലപ്പോഴും പ്രാർത്ഥനയിൽ പ്രത്യാശയുടെ ഒരു തുറമുഖത്ത് ആകാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലേ? കർത്താവുമായുള്ള ബന്ധത്തിലെ വിഘാതം വന്നു പോയിട്ടുണ്ടോ? ആത്മീയമായിട്ടുള്ള തളർച്ച വന്നു പോയിട്ടുണ്ടോ? ജഡത്തിലെ ബലഹീനത വന്നു പോയിട്ടുണ്ടോ? നമ്മുടെ ഡൈവേർട്ട് വന്നു, ഈ ലോകത്തിലെ മോഹങ്ങൾ വന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് വിനയപ്പെടുത്താം, പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും ദൈവം നമുക്ക് ഉത്തരം തരികയും നമ്മളെ വിടുവിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മളെ എല്ലാറ്റിലും നിന്നും വിടുവിക്കും. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ, നിങ്ങളുടെ രോഗമാണെങ്കിൽ നിങ്ങൾ എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൽ വലിയൊരു വിടുതൽ അതിനകത്ത് വരും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും കർത്താവെ വിള്ളലുകൾ വന്ന്, വീക്ക്നെസ് വന്ന്, കർത്താവെ നിരാശ വന്ന്, പ്രതികൂലങ്ങൾ വന്ന്, ജഡത്തിലെ ബലഹീനതകൾ വന്ന് ഒക്കെ കർത്താവെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിട്ടുള്ള ഗോഡ്ലിനെസ്, കർത്താവെ ആ യഹോവ ഭക്തി, ദൈവഭക്തി അവരിൽ വർദ്ധിച്ചു വരട്ടെ. ഉള്ളിലുള്ള ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട്, ഏൽപ്പിച്ച വരങ്ങളെ ജ്വലിപ്പിക്കുവാനായിട്ട് കർത്താവെ ഇന്ന് ഈ രാത്രികാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവെ, ജെന്യുവിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ളവരെ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ധാരാളമായി അവരിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരങ്ങൾ ധാരാളമായിട്ട് അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവിൻ്റെ ഫലം അവരിലെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടി മറ്റുള്ളവരുടെ സ്നേഹത്തെ മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സംബന്ധമായി ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളെ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ രീതിയിലാണെങ്കിലും അതിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണം. ദൈവികമായിട്ടുള്ള പ്രമാണത്തിൽ നിന്നുള്ള വിടുതലാണ് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത്. അല്ലാതെ അതിൽ കള്ളത്തരമോ കപടമോ അല്ല. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവികമായിട്ടുള്ള പ്രമാണത്തിൽ അടിസ്ഥാനമായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലും വലിയൊരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുന്നോ ആ ബില്ലുകളെല്ലാം റിലീസ് ചെയ്ത് വരും. ഇന്ന് തന്നെ അത് റിലീസ് ചെയ്ത് വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ വീക്കായിരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഇതാ കാണുന്നു. ഒരിക്കലും നിരാശ വേണ്ട. ദൈവസന്നിധിയിൽ ആ നിരാശയൊക്കെ കളഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമോ? കുഞ്ഞുങ്ങൾ പഠനത്തിൽ ഏറ്റവും ബെസ്റ്റായി തീരും. ആർക്കെങ്കിലും ബുദ്ധി പരിജ്ഞാനമില്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും പരിജ്ഞാനവും തരും. ദൈവവചനം പഠിക്കുന്നതിൽ നിന്ന് വിമുഖത കാണുകയും ബാക്ക്സ്ലൈഡ് ചെയ്യുകയും ചെയ്യുന്ന ചില വ്യക്തികളെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ധാരാളമായി പഠിക്കാനുള്ള കൃപ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്നു ചേരും.
ഈ ദിവസങ്ങളിൽ ജെന്യുവിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഹൃദയത്തിലെ നിരാശ, ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ വേർപാടിൽ മാറ്റപ്പെട്ടിട്ട് ഇനി മുമ്പോട്ട് എന്ത് ആകും എന്ന് നിരാശപ്പെട്ടിരിക്കുന്നു. സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കൂ. ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. എല്ലാ നിരാശയിൽ നിന്നും, വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്നും ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഉറക്കെ പറയുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. വലിയൊരു റിലീസ് അവരുടെ ജീവിതങ്ങളിലൊക്കെ കൊടുക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആ ഉള്ളിലുള്ള കണ്ടന്റ് വർദ്ധിച്ചു വരുവാൻ, ദൈവിക ആ പരിജ്ഞാനം വർദ്ധിച്ചു വരുവാൻ, ആ ഗോഡ്ലിനെസ് വർദ്ധിച്ചു വരുവാൻ കർത്താവെ നീ സഹായിക്കേണ്ട ഒരുത്തം ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. ഇനിയും പ്രയറിനെക്കുറിച്ച്, ഹിൻഡ്രൻസ് ഓഫ് പ്രയറിനെക്കുറിച്ച് വീണ്ടും പറയാനായിട്ടുണ്ട്. അതിൽ ഇതെല്ലാം നോട്ട്സായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആത്മീയ വർധനയ്ക്ക് ഒരുപാട് കാരണമായി തീരും എന്ന്. അതുപോലെ ഏതെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വിടുതൽ വന്നെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ അത് സന്തോഷമാണ്. ആ പ്രയർ ലൈൻ നമ്പർ നിങ്ങൾ വിളിച്ച് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ടീമുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏതെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.